ചിമ്പാൻസിയിൽ നിന്ന് വേട്ടക്കാരനിലേക്ക് HIV മനുഷ്യരിലേക്ക് എത്തിയ കഥ. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ സാവധാനത്തിൽ കാർന്നു തിന്നുന്ന ഒരു വൈറസാണ് HIV. ആ വൈറസ് മൂലം പ്രതിരോധ ശേഷി നശിക്കുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. 1920-കളിൽ പശ്ചിമ ആഫ്രിക്കയിൽ ചിമ്പാൻസിയെ വേട്ടയാടുന്നതിനിടെ വേട്ടക്കാരന്റെ തുറന്ന മുറിവിലൂടെ ചിമ്പാൻസിയുടെ രക്തം പ്രവേശിക്കുകയും രക്തത്തിലൂടെ HIV വൈറസ് വേട്ടക്കാരനിലേക്കും പിന്നീട് മനുഷ്യരിൽ വ്യാപിച്ചതാകാം എന്നുമാണ് മുൻ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വൈറസ് മനുഷ്യരിലാണ് മാരകമാകുന്നതെന്നും വിദഗ്ധർ പറയുന്നു. മനുഷ്യന്റെ പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന രക്തത്തിന്റെ അടിസ്ഥാന ഘടകമായ CD4 കോശങ്ങൾ ആരോഗ്യവാനായ ഒരു വ്യക്തിയിൽ 1 മില്ലി ലിറ്റർ രക്തത്തിൽ 500 മുതൽ 1500 വരെ ഉണ്ടാകും. എന്നാൽ എയ്ഡ്സ് ബാധിച്ച രോഗിയിൽ CD4 കോശങ്ങൾ 200-ൽ താഴുകയും ഏതെങ്കിലും 1-2 സാന്ദർഭിക രോഗങ്ങൾക്ക് ഒരേ സമയം അടിമയാകുകയും ചെയ്യും. 1981-ലാണ് ലോകത്ത് ആദ്യമായി HIV കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് സ്വവർഗ അനുരാഗികളായ 5 പുരുഷന്മാരിലായിരുന്നു ഗുരുതരമായ രോഗപ്രതിരോധ കുറവ് കണ്ടെത്തിയത്. നിലവിൽ ലോകത്ത് ഏതാണ്ട് 41 ദശലക്ഷം ആളുകൾ എയ്ഡ്സ് രോഗബാധിതരെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അതേസമയം എയ്ഡ്സിനെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകളും പ്രചാരണങ്ങളും ഇന്നും നിലനിൽക്കുന്നു. HIV-യും എയ്ഡ്സും ഒന്നാണെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? എന്നാൽ അല്ല. HIV വൈറസ് അഥവാ ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കുകയും ദുർബലമാക്കുകയും ഗുരുതരമായ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ HIV ചികിത്സിക്കാതെ ദീർഘനാൾ അവഗണിക്കുമ്പോൾ സംഭവിക്കുന്ന അവസാന ഘട്ടമാണ് എയ്ഡ്സ്. ദുർബലമായ രോഗപ്രതിരോധ സംവിധാനവും തുടർച്ചയായ ജീവൻ അപകടപ്പെടുത്തുന്ന അണുബാധകളുടെ സാന്നിധ്യവുമാണ് രോഗലക്ഷണങ്ങൾ. HIV പോസിറ്റീവായ ഒരാൾ എയ്ഡ്സ് ബാധിതരാകണമെന്ന് നിർബന്ധമില്ല. മികച്ച ചികിത്സയിലൂടെ ഇവ കൈകാര്യം ചെയ്യാവുന്നതാണ്. HIV പോസിറ്റീവായാൽ മരണം ഉറപ്പ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാട് തികച്ചും അശാസ്ത്രീയമാണ്. മെഡിക്കൽ രംഗം പുരോഗമിച്ചതോടെ HIV ചികിത്സയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആന്റി റിട്രോവൈറൽ തെറാപ്പിയിലൂടെ HIV നെഗറ്റീവ് സമപ്രായക്കാരെ പോലെ സുഖമായി ജീവിതം നയിക്കാൻ HIV പോസിറ്റീവായവർക്കും സാധിക്കും. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ പോലെ HIV ഇപ്പോൾ ഒരു വിട്ടുമാറാത്ത ദീർഘകാല ആരോഗ്യാവസ്ഥയായി കൈകാര്യം ചെയ്യപ്പെടുന്നു. എയ്ഡ്സ് രോഗികളെ തൊടുന്നതോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതോ ആലിംഗനം ചെയ്യുന്നത് കൊണ്ടോ രോഗം പകരില്ല. മറിച്ച് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ രക്തവും രക്തഘടകങ്ങളും സ്വീകരിക്കുക വഴിയോ ലഹരിമരുന്ന് കുത്തിവയ്പ്പിലൂടെയോ HIV ബാധിതനായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും രോഗാണുക്കൾ പകരാം. മറ്റു പല രോഗലക്ഷണങ്ങളുമായി എയ്ഡ്സ് രോഗലക്ഷണത്തിന് സാമ്യമുണ്ട്. തുടക്കത്തിൽ HIV ബാധിതരിൽ യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും പ്രകടിപ്പിക്കണമെന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായ ഒരുപക്ഷെ 10-12 വർഷം ജീവിച്ചെന്നിരിക്കും. കാലക്രമേണ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യും. കഴുത്ത്, കക്ഷം, തുടഭാഗം എന്നിവിടങ്ങളിലെ ലിംഫ് ഗ്രന്ഥികൾ വീർക്കുന്നു. ശരീരഭാരം പെട്ടെന്ന് കുറയുന്നു. ദീർഘനാളത്തെ പനി, വയറിളക്കം, വിട്ടുമാറാത്ത ചുമ എന്നിവ ഉണ്ടാകുന്നു. വായിൽ വെളുത്ത പൂപ്പലുകൾ പ്രത്യക്ഷപ്പെടുകയും ഓർമ്മക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു.